ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം എന്ന് നാട്ടുകാർ പറഞ്ഞു. അങ്ങനെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. എവിടെയാണ് എന്താണെന്ന് അറിയില്ല. ഈ ബൈക്ക് അങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യത്തിന് ഒരിടത്ത് എത്താനുള്ള സാധനമല്ല. റോഡേ പോകുന്ന നാട്ടുകാരെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ട് കുതിച്ചു പാഞ്ഞു പോണം. ആ പോകുന്നവൻ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ തന്നെ വേണമെന്നേ ആരും പറയുള്ളൂ. കാര്യം മര്യാദയ്ക്ക് പോകാൻ പറ്റുമല്ലോ. ഈ പൈസയും ആഡംബര വാഹനവും ഒക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലരെ സംബന്ധിക്കുന്നിടത്തോളം റോഡ് സ്വന്തം പിതാവ് കെട്ടിയിട്ടിരിക്കുന്ന റോഡാണെന്നൊരു തോന്നൽ വരും. അപ്പൊ എൻ്റെ അച്ഛൻ്റെ റോഡായതുകൊണ്ട് എനിക്ക് എന്ത് തോന്നിവാസവും കാണിക്കാമല്ലോ. ആ നിലയ്ക്കാണ് മര്യാദയ്ക്ക് പോകാന്നുള്ളിടത്ത് അങ്ങനെ പറ്റൂല. മര്യാദയ്ക്ക് പോയാൽ എന്നെ ആരും ശ്രദ്ധിക്കൂലല്ലോ. ശ്രദ്ധിക്കാൻ കുറച്ച് ഷോ വേണം, കുറച്ച് ഗും എന്ന രീതിയിൽ പോയതാണ്. വയലിൽ ചെളി കിടപ്പുണ്ട്. അതിന്റെ തുടർ দৃশ্যങ്ങൾ കൂടി ഒന്ന് കണ്ടേ. বাইক চালানোর শক্তিটাও থাকবে না, কিন্তু খুব মনে পড়বে শখের বয়সে শখের বাইক নিয়ে অনেক ঘুরছি। തലനാരിഴയ്ക്ക് ചെളിയിൽ തന്നെ വീണുകൊണ്ട് ചതയിൽ മണ്ണ് പറ്റി കാണില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ചെറിയ പോറലൊക്കെ കിട്ടിക്കാണും. മോന്ത അങ്ങോട്ട് ഈ ചെളി പുതഞ്ഞിരുന്നു. എന്നിട്ട് എണീറ്റ് അടുത്ത കുളത്തിൽ പോയി കുളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും വണ്ടി എന്തായിരുന്നാലും നല്ല ഗംഭീരമായി കാണും. ഈ ചെളിയെല്ലാം കൂടെ കയറുമ്പോഴേ ഇത് ഒരാൾ ചെയ്ത പ്രവർത്തനം കൊണ്ട് അല്ലെ അതിനോട് അസൂയ ഉണ്ടോണ്ട് പറയുന്നതല്ല. റോഡിലൂടെ കുട്ടികൾ വരാം, സൈക്കിൾ വരാം. ചെറിയ ഒരു റോഡാണ്. ആ റോഡിലൂടെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കുന്നിടത്ത് ഈ കൂടിയ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഷോ കാണിക്കുക, വീഡിയോ എടുക്കുക, റീൽസ് ആക്കുക. ഇതാണ് ഉദ്ദേശിച്ചത്. ആ വയലിൽ വീണ റീൽസ് ഉണ്ടല്ലോ, അതിനോളം മഹത്തരമായിട്ടുള്ള റീൽസ് വേറെ അല്ല. എന്തായിരുന്നാലും ചിലതൊക്കെ കിട്ടുമ്പോൾ ഇത് അവൻ അങ്ങനെ തന്നെ വേണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അത് തന്നെയാണ് ഈ ദൃശ്യമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വമ്പൻ വൈറലാണ്. বাইক চালানোর শক্তিটাও থাকবে না, কিন্তু খুব মনে পড়বে শখের বয়সে শখের বাইক নিয়ে অনেক ঘুরছি।